അസമിലെ തീവ്രവാദ കേസിൽ കാസർഗോഡ് നിന്ന് പിടിയിലായ ഷാബ് ഷെയ്ഖ് ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച സ്ലീപ്പർ സെൽ പ്രമുഖൻ. ബംഗ്ലാദേശിൽ ഇയാൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇന്ത്യയിലേക്ക് കടത്തുന്നവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട് രേഖകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്തെന്നാണ് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്തിട്ടുണ്ട്. ജോസഫ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, ഇന്നലെ പുലർച്ചെയാണ് ഈ കാസർഗോഡ് പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിലെത്തി NIA പ്രത്യേക സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ ഒരു ഞെട്ടലിലാണ് നാട് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. കാരണം ഇന്ത്യ അന്വേഷിക്കുന്ന ഒരു പ്രമുഖ കുറ്റവാളികളിൽ ഒരാൾ ഇവിടെ നമ്മുടെ മൂക്കിന്റെ താഴെ സുഗമമായി ജീവിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടലാണ് നാട്ടുകാർക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്. ബംഗ്ലാദേശ് പൗരനായിട്ടുള്ള ഷാബ് ഷെയ്ഖ് ആണ് ഇന്നലെ NIA പിടിയിലായത്. ഇയാൾ ഈ ബംഗ്ലാദേശിലായിരുന്ന സമയത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെയ്തതായിട്ടാണ് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇയാൾ ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിൽ പ്രമുഖ സ്ഥാനമായിരുന്നു, ഇതിൽ പ്രമുഖ വ്യക്തിയായിരുന്നു ഇയാളെന്ന ഷാബ് ഷെയ്ഖ് എന്നാണ് പോലീസിൽ NIA നിന്ന് അടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, ഇയാൾ ഇന്ത്യയിൽ എത്തുന്ന ആളുകൾക്ക് വ്യാജ രേഖകളും പാസ്പോർട്ടും നിർമ്മിച്ചു നൽകുകയുണ്ടായി. എന്തായാലും ഇയാൾ കേരളത്തിൽ എത്തിയിട്ട് 4 വർഷമായി. ഇതിനിടയിൽ വിവിധയിടങ്ങളിൽ ഒളിവിൽ താമസിക്കുകയുണ്ടായി. വിവിധ ജോലികൾ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഒളിവിൽ താമസിച്ചിട്ടുള്ളത്. അതിനിടെ 4 തവണ അസമിലേക്ക് പോയി വന്നതായും വിവരമുണ്ട്. എന്തായാലും ഈ രാജ്യം അന്വേഷിക്കുന്ന ഒരു കുറ്റവാളി കാസർഗോഡ് നിന്ന് പിടിയിലായതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. അതും ബംഗ്ലാദേശ് പൗരനായിട്ടുള്ള ഒരാൾ ഈ തീവ്രവാദത്തിന് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും അതുപോലെ തന്നെ IB ഉദ്യോഗസ്ഥരും NIA ഉദ്യോഗസ്ഥരും പ്രാഥമികമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഹാജരാക്കി. ഇന്നലെ രാത്രിയോടുകൂടി മംഗലാപുരത്ത് നിന്ന് വിമാനമാർഗം അസമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഇയാളുടെ ഉദ്ദേശങ്ങൾ, ഇയാൾക്കുണ്ടായിരുന്ന മറ്റ് നെറ്റ്വർക്കുകളെ കുറിച്ചും വിശദമായി ഈ പ്രത്യേക ദൗത്യ സംഘം അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലടക്കം ഇയാൾ ഇത്തരത്തിൽ നെറ്റ്വർക്ക് വിരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും പ്രമുഖനായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് സെൽ, ആളുകളെ കടത്തുന്നതിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും പ്രമുഖനായിട്ടുള്ള ഒരാൾ പിടിയിലായതോടെ അതിന്റെ ഒരു ഞെട്ടലിലാണ് ഈ നാട് ഉള്ളത്, കാസർഗോഡ് പടന്നക്കാടുള്ളത്. ഇവിടെ ഒരു തേപ്പ് ജോലിക്കാരനായി പ്രവേശിച്ച് 4 ദിവസം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് പലയിടങ്ങളിലും ഇത്തരത്തിൽ അദ്ദേഹം കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം താമസിച്ചു വരികയായിരുന്നു. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി അസമിലേക്ക് എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് വ്യാജരേഖകൾ നിർമ്മിക്കുകയും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇയാൾക്കെതിരെ അസമിൽ UAPA അടക്കമുള്ള കുറ്റങ്ങൾ ചാർത്തിയിട്ടാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും IB ഉദ്യോഗസ്ഥരും ഇന്നലെ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അതിര ജോസഫ്, ഈ ഷാബ് ഷെയ്ഖിന്റെ പിന്നിൽ മറ്റ് സംഘങ്ങളുണ്ടോ? അന്വേഷണം ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് പുരോഗമിക്കുന്നത്? അതിര വിവിധ ഏജൻസികൾ ഒരുമിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതായത് ഇന്റലിജൻസ് ബ്യൂറോ, NIA, അതുപോലെ തന്നെ ആസാം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഈ 3 ആളുകളും ഒരുമിച്ചാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 4 വർഷത്തോളമായി ഇയാൾ കേരളത്തിലേക്ക് മുങ്ങിയിട്ട് അതിനുശേഷം ഇയാൾക്ക് വേണ്ടി വ്യാപക തെരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. മാത്രവുമല്ല, ഇയാൾ എത്ര പേരെ ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ വിവരമില്ല. ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. ഇയാൾ എവിടെ നിന്നാണ് വ്യാജ രേഖകൾ ഉണ്ടാക്കിയത്? അത് അധികം വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഇയാൾക്ക് എങ്ങനെ ഇത്ര ഉന്നതമായിട്ടുള്ള ഇത്തരത്തിൽ രാജ്യത്തിന്റെ നയതന്ത്രത്തെ അല്ലെങ്കിൽ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ആശ്ചര്യകരമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഗൗരവമായ ഒരു അന്വേഷണം വിവിധ ഏജൻസികൾ നടത്തുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ അസമിലേക്ക് കൊണ്ടുപോയി ഇന്നലെ പ്രാഥമികമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇന്നലെ അസമിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ചായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ അന്വേഷണം നടക്കുക. ഇയാൾക്ക് കേരളത്തിൽ നിന്നടക്കം സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇവർ പരിശോധിക്കുന്നുണ്ട്. കാരണം 4 വർഷത്തോളം കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ
അതിനിടയിൽ പലതവണ അസമിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇദ്ദേഹത്തിന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായും പരിശോധിക്കും. ഇയാളുടെ മറ്റ് പ്രവർത്തനങ്ങളും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ വിവിധ ഏജൻസികൾ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. NIA അന്വേഷിക്കുന്ന ഒരു കേസാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പല വിവരങ്ങളും അവർ പുറത്തുവിടുകയില്ല. ഇതിന് ശേഷം മാത്രമായിരിക്കും, അതായത് അന്വേഷണം ഒരു ഘട്ടം എത്തി പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ഈ അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബംഗ്ലാദേശിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുകയും അവിടെ നിന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് കടത്തുകയും അവർക്ക് വേണ്ടി വ്യാജരേഖകളും പാസ്പോർട്ടും നിർമ്മിച്ച് നൽകുകയും ചെയ്തതിലെ പ്രധാനിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ആതിര. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.